ത്രിയേക ദൈവത്തിന് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ധ്യാനിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞതിൽ ഏറ്റവും ലളിതമായ ഉപമയാണ് ഈ വിതക്കാരൻ്റേത്. കാരണം കണ്ണിൻ മുമ്പിൽ എപ്പോഴും കാണുന്ന വിത്ത് വിതയ്ക്കലിനെയും വിത്ത് ചെന്നു വീഴുന്ന ഇടങ്ങളെയും കൂട്ടുപിടിച്ച് കേൾവിക്കാരുടെ ബോധന രൂപീകരണത്തിനും ദൈവരാജ്യ മൂല്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനും വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിസ്മയകരം തന്നെയാണ്. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അത് വാക്യം 17 അവസരത്തിൻ്റെ വാതായനങ്ങളിലൂടെ കയറുമ്പോഴാണ് വളർച്ചയുടെ ആദ്യ പടി നമ്മെ കാത്തിരിക്കുന്നത് എന്ന സൂചന തരുന്ന വാക്യമാണ് ഇത്. ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത എത്രയോ അവസരങ്ങൾ, എന്നാൽ അവസരങ്ങൾ ഇല്ലാത്തവരായി ആരും ഇല്ല. അവസരങ്ങളെ കാണുകയും കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതിന് അപാരമായ കൃപ വേണം. ഈ കേൾവിക്കാർ ഒരു സാധാരണ മരപ്പണിക്കാരൻ്റെ മകനിൽ മശിഹായെ കണ്ടവരാണ്. അവരുടെ കണ്ണ് ഭാഗ്യമുള്ളവ തന്നെ. പിന്നെ അവസരങ്ങൾക്ക് പല പല വേഷങ്ങളാണുള്ളത്. ചിലപ്പോൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ ആവാം അവസരങ്ങൾ നമ്മെ തേടിയെത്തുന്നത്. ഹാഗാർ കരയുമ്പോഴാണ് ചാരത്തൂടെ ഒഴുകുന്ന നീരുറവയെ കാണുന്നത്. ചിലപ്പോൾ അവസരങ്ങൾ തടസ്സങ്ങളുടെ വേഷത്തിലാവാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും. ജനം ഇത് അവസാനമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദൈവം പുതിയ ഒരു വഴി ചെങ്കടലിൽ വെട്ടിക്കൊടുക്കുന്നത്. നമുക്കൊരു ദൈവമുണ്ട്, അവസരങ്ങളുടെ തുറവി ഒരുക്കുന്ന ദൈവം. ഏത് സാഹചര്യങ്ങൾക്കും അപ്പുറവും അവസരങ്ങളെ ഒരുക്കുന്നത് ആശ്ചര്യത്തോടെ കാണാൻ നമുക്കും ഒരു നാൾ ഭാഗ്യമുണ്ടാകും എന്നത് ഉറപ്പാണ്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. വാക്യം 22. ദൈവ സ്വപ്നത്തെ ഞെരിച്ചു കളയാൻ പോന്ന മുള്ളുകളും ഉണ്ടെന്ന ഓർമ്മ തരുന്ന വാക്യമാണ് ഇത്. മുള്ളും മുൾപ്പടർപ്പുമൊക്കെ ദൈവത്തിന് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം മുള്ളിനെയും മുൾപ്പടർപ്പിനെയും മാറ്റി നിർത്തി ഒരു വിത സാധ്യമല്ല. അപ്പോൾ വിതറുന്ന വിത്തിനെ ആഴത്തിലേക്ക് സ്വീകരിച്ച് അതിനെ മുളയ്ക്കാനും വളരാനും ഫലമാകാനുമൊക്കെ സഹായിക്കുന്ന വിധം കൂട്ടുനിൽക്കാൻ മണ്ണിന് കടമയുണ്ട്. ഹോറേബ് പർവ്വതത്തിലെ മുൾപ്പടർപ്പ് അതിന് മികച്ച മാതൃകയാണ്. ആ മുൾപ്പടർപ്പ് കത്തുന്നു എങ്കിലും ഒന്നിനെയും ചാരമാക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്വരവുമൊക്കെ മുൾപ്പടർപ്പിൽ നിന്നും മോശ അനുഭവിക്കുന്നുണ്ട്. മോശയുടെ ജീവിത നിയോഗത്തിൻ്റെ പൂവിടൽ ആ മുൾപ്പടർപ്പിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് വിത്തിന് വേരോട്ടം സാധിക്കാത്ത വിധം മുള്ള് നിലപാടെടുക്കരുത് എന്ന് സാരം. മുള്ളും കളയുമൊക്കെ ഗോതമ്പിനോടൊപ്പം വിളവെടുപ്പ് വരെ വളരട്ടെ എന്നതാണ് കർത്താവിൻ്റെ ശൈലി. കള വളരുവാൻ അനുവദിക്കുന്നതും കർത്താവിൻ്റെ കരുണയാണ്. അഥവാ വിത്തിന് ഞെരുക്കമുണ്ടായാൽ ഉടനെ തന്നെ വാടിയും ഉണങ്ങിയും പോകുന്നതിന് പകരം ഏതനുഭവങ്ങളിലും മുളയ്ക്കാനും വളരാനും സഹായിക്കുന്ന ദൈവികമായ കരുതലിൻ്റെ അപാരമായ അടയാളങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൈവശാസ്ത്ര ബോധ്യങ്ങളെ സ്വന്തമാക്കി വളരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. വാക്യം 23. ദൈവരാജ്യ മർമ്മങ്ങളുടെ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതാവിഷ്കാരത്തെ പറ്റിയാണ് ഈ വരി തരുന്ന വിചാരം. വിതറുന്ന വിത്തിൽ 100 സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് 100 മേനി ഫലം കൊടുക്കുവാൻ സഹായിക്കുന്ന ദൈവരാജ്യ മർമ്മങ്ങളുടെ കേൾവിയെ പറ്റിയാണ് യേശു കർത്താവ് പറഞ്ഞു വരുന്നത്. ആധ്യാത്മിക ജീവിതത്തിനും വിശ്വാസ പരിപോഷണത്തിനും ഒരു മനുഷ്യനെ സഹായിക്കുന്നത് അവൻ്റെ കഴിവുകളൊന്നുമല്ല, പിന്നെയോ വചനം തരുന്ന ബോധ്യങ്ങളാണ്. എങ്കിൽ മാത്രമേ പറവകൾ കൊത്തിയെടുക്കുവാനും
ചവിട്ടി മെതിക്കപ്പെടുവാനും ഞെരിക്കപ്പെടുവാനുമൊക്കെ സാധ്യതകൾ ധാരാളമുള്ളപ്പോഴും അല്ല, പിന്നെയും പിന്നെയും മുള പൊട്ടി വളർന്ന് വലുതായി അത് 30-ആയും 60-ആയും 100-ആയും ഫലം കൊടുക്കുവാൻ കഴിയും. അതിന് ദൈവവചനത്തിലും ദൈവകൃപയിലും ശരണപ്പെടുക മാത്രമാണ് പോംവഴി. അപ്പോൾ വിതക്കാരൻ്റെ സന്തോഷം വിവരണാതീതമായിരിക്കും. അങ്ങനെ വിതക്കാരൻ്റെ മനസ്സിനിണങ്ങുന്ന മട്ടിൽ ഫലം കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ആമേൻ.